അപ്പം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വിത്ത് ലൈനിങ് ആയിട്ടുള്ള സ്ലിറ്റ് ചുരിദാറാണ്. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2.5 മീറ്റർ ലൈനിങ് ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം മെഷർമെൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ലൈനിങ് ക്ലോത്തിലായിരിക്കും. അതിനുശേഷമാണ് നമ്മൾ ഇത് ചേർത്ത് ഈ നല്ല മെറ്റീരിയൽ ചേർത്തിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ലൈനിങ് ക്ലോത്ത് മടക്കിയിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇവിടെ വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചസ് ആണ്. പക്ഷേ നമ്മൾ ലൈനിങ് ക്ലോത്തിൽ കൊടുക്കുമ്പോൾ ഒരു 39 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇവിടെ മടക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ സൈഡ് ആയിരിക്കും, ഒരു സൈഡ് ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡും ഉണ്ടാവും. നമ്മൾ ആദ്യം മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മുടെ ഓപ്പൺ സൈഡിൽ നിന്നാണ്. ഓപ്പൺ സൈഡിൽ നിന്ന് നമ്മുടെ ടേപ്പ് പിടിച്ചിട്ട് ഈ 39 ഇഞ്ചസ് എവിടെ വരുമോ അവിടെ കൊണ്ടുവന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഓപ്പൺ സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് 39 ഇഞ്ചസിൽ കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഇതുപോലെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യുന്ന ചുരിദാർ സ്ലീവിലും കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 2.5 മീറ്റർ ക്ലോത്ത് എടുത്തത്. സ്ലീവിൽ നിങ്ങൾക്ക് ലൈനിങ് വേണ്ട എന്നാണെങ്കിൽ 2 മീറ്റർ ക്ലോത്ത് എടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ചസ് ആണ്. അത് തന്നെ നമുക്ക് താഴേക്കും ആം ഹോളിന് വേണ്ടിയിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗത്ത് നിന്നായിട്ട് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 8.5 ഇഞ്ചസ് ആണ്. ഇവിടെ ഈ ലൈൻ വരച്ചു കൊടുത്ത ഭാഗത്തായിട്ട് നമുക്ക് 8.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഈ പോയിന്റ് ഉണ്ടല്ലോ, നമ്മളൊരു ലൈൻ വരച്ചു കൊടുത്ത പോയിന്റിൽ നിന്ന് താഴേക്ക് ഇവിടുത്തെ ബോഡി ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്നായിട്ട് താഴേക്ക് നമ്മുടെ ബോഡി ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ബോഡി ലെങ്ത് എന്ന് പറയുന്നത് 17 ഇഞ്ചസ് ആണ്. അതിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു. ആ ഭാഗത്തായിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഭാഗത്തായിട്ട്, അതായത് നമ്മുടെ ബോഡി ലെങ്തിന്റെ ഭാഗത്തായിട്ടാണ് നമ്മൾ നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഹിപ്പ് വിഡ്ത്ത് വരുന്നത് 9.4 ഇഞ്ചസ് ആണ്. അതും മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത് തമ്മിലുള്ള ലെങ്ത് എത്രയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ ചെസ്റ്റ് വിഡ്ത്തും നമ്മുടെ ഹിപ്പ് വിഡ്ത്തും തമ്മിലുള്ള ലെങ്ത് നോക്കുമ്പോൾ 10 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അതിൻ്റെ സെൻട്രൽ പോർഷൻ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഭാഗത്തായിട്ട് നമ്മുടെ ഷേപ്പ് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് വിഡ്ത്ത് ഇവിടെ വരുന്നത് 7.25 ഇഞ്ചസ് ആണ്. പക്ഷെ നമ്മൾ ബാക്കിൽ ടക്ക് ഇട്ടിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു 8.25 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ടക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ടൈറ്റ് വരാം. ഇനി നമുക്ക് ഈ ചെസ്റ്റ് മുതൽ നമ്മുടെ ഹിപ്പ് വിഡ്ത്ത് വരെ ഒരു കർവ് വരച്ചു കൊടുക്കാം. നമ്മളിതുവരെ നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ ആം ഹോൾ സ്കെയിൽ എടുത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് നമ്മുടെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ വേണ്ട ആം ഹോൾ എന്ന് പറയുന്നത് 16 ഇഞ്ചസ് ആണ്. അതിൻ്റെ ഹാഫാണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പോൾ 8 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിങ്ങനെ കർവ് നമ്മുടെ ആം ഹോൾ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് 8 ഇഞ്ചസ് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ഒന്ന് ചെക്ക് ചെയ്തെടുക്കാം. കുഴപ്പമില്ല, നമുക്കിവിടെ ഈക്വലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്കിവിടെ വരച്ചു കൊടുക്കാം. നമ്മൾ താഴേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യാനായിട്ട് ഒരു ലൈൻ വരച്ചല്ലോ. ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്തു. അതേ ലെങ്ത് തന്നെയാണ് നമ്മളിവിടെ താഴേക്ക് മാർക്ക് ചെയ്തു കൊടുത്തത്. അതിൻ്റെ ഉള്ളിലേക്ക് സ്വല്പം നീക്കി വെച്ചിട്ടാണ് ഇവിടെ ആം ഹോൾ സ്കെയിൽ വെക്കുന്നത്. ഇവിടെ ഒരു ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷനാണ്.
സ്ലിറ്റിന്റെ പോർഷൻ മാർക്ക് ചെയ്യേണ്ടത് ഈ ഹിപ്പ് വിഡ്ത്തിൽ നിന്നും ഒരു 2.5 ഇഞ്ചസ് താഴേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് ആദ്യം നമ്മൾ ഈ ബോഡി ലെങ്ത് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ നമ്മുടെ ഹിപ്പ് വിഡ്ത്തിന്റെ, അവിടെ നിന്നും താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ആ ഭാഗത്തായിട്ടാണ് നമ്മൾ നമ്മുടെ സ്ലിറ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാനായിട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു 12 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ലൈനിങ് ക്ലോത്തിന്റെ ഓപ്പൺ സൈഡിലാണ് ഈ 12 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കൂടുതൽ ഭയങ്കര വണ്ണമുള്ളവർക്ക് മാത്രം 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നോർമലി നമ്മൾ ഒരു ചുരിദാറിന് മാർക്ക് ചെയ്യേണ്ടത് 12 ഇഞ്ചസ് ആണ്. നമുക്ക് ഈ ഹിപ്പ് വിഡ്ത്തിൽ നിന്നും ഈ താഴത്തെ 12 ഇഞ്ചസിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഹിപ്പ് വിഡ്ത്തിൽ നിന്നും ഒരു 2.5 ഇഞ്ചസ് താഴേക്ക് ഒരു പോയിന്റ് കൊടുക്കാം. ഈ 2.5 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് നമ്മുടെ ടേപ്പ് വെച്ച് താഴത്തെ 12 ഇഞ്ചസിലേക്ക് നമുക്ക് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കാം. നമ്മുടെ സ്ലിറ്റ് തയ്ക്കാനുള്ള സ്റ്റിച്ചിങ് അലവൻസ് ആണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു 1/2 ഇഞ്ചസ് ആണ്. അതിന് പകരം നമ്മുടെ ടേപ്പ് നോർമലി വണ്ണുള്ള ടേപ്പ് ആണെങ്കിൽ ആ ടേപ്പിന്റെ ഒരു അളവുണ്ടല്ലോ അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് ഈ സൈഡിൽ ഇതുപോലെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ലിറ്റ് തയ്ക്കാനുള്ള ബോക്സ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്തുനിന്ന് മുതൽ താഴേക്ക് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കണം. ഒരു 1.5 ഇഞ്ചസ് ആണ് ഞാനിവിടെ സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കുന്നത്. ഇവിടെ മുതൽ താഴേക്ക് നമുക്ക് ഷേപ്പ് വിഡ്ത്തിന്റെ അവിടെയും കൊടുക്കാം. വീണ്ടും താഴെ ഹിപ്പ് വിഡ്ത്തിൽ 1.5 ഇഞ്ചസ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ താഴെ ഈ സ്ലിറ്റ് തയ്ക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ആ ഭാഗത്തിനും നമ്മുടെ ഹിപ്പ് വിഡ്ത്തിനും ഇടയിൽ വരെ നമുക്ക് സെൻട്രൽ പോർഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ ഹിപ്പ് വിഡ്ത്തിനും നമ്മുടെ സ്ലിറ്റിന്റെ പോർഷനും ഇടയിലുള്ള പോയിന്റിൽ നമുക്ക് ഇതുപോലെ തന്നെ 1.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മോളിൽ നിന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ്. അപ്പൊ നമ്മൾ ഇതുപോലെ സ്ലിറ്റിന് മുന്നേട്ട് നമ്മളൊരു പോയിന്റ് മാർക്ക് ചെയ്തല്ലോ, ആ ഭാഗത്ത് നിന്നും നമ്മുടെ സ്ലിറ്റിന്റെ പോർഷനിലേക്ക് ഇങ്ങനെ ചരിച്ചു വെച്ചു കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇതിന്റെ മേലിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കണം. സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ലൈനിങ് ക്ലോത്തിന്റെ ഹോൾഡിംഗ് സൈഡ്, ആ ഭാഗത്തായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നമ്മുടെ ലൈനിങ് ക്ലോത്ത് മടക്കിയിട്ടിരിക്കുകയാണല്ലോ, അതിന്റെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഉണ്ടാവും നമ്മുടെ തേരുവശം. നമ്മുടെ സ്റ്റിച്ചിങ് അലവൻസ് ഒക്കെ കൊടുത്ത ഭാഗമുണ്ടല്ലോ, ആ സൈഡിൽ നിന്നാണ് നമ്മൾ മാർക്കിങ് തുടങ്ങുന്നത്. ഇവിടെ വേണ്ടത് 13 ഇഞ്ചസ് ലെങ്ത് ആണ്. അപ്പൊ ഞാനിവിടെ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1/2 ഇഞ്ച് നഷ്ടപ്പെടും. പിന്നെ നമ്മൾ നമ്മുടെ ആം ഹോളിന്റെ സൈഡിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും 1/2 ഇഞ്ച് നഷ്ടപ്പെടും. അപ്പൊ ഞാനിവിടെ 14 ഇഞ്ചസ് എടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓപ്പൺ സൈഡായ ഭാഗത്ത് നിന്നും ഇതുപോലെ വെച്ചിട്ട് 7 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. താഴേക്ക് 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് മാർക്കിംഗ് ഒക്കെ സംശയമുള്ളവര് നമ്മൾ ഇതിനു മുന്നേ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗത്തേക്കായിട്ട് കർവ് വെച്ച് കൊടുക്കാം. ഇവിടെ 2.5 ഇഞ്ചസ് നോക്കുന്നുണ്ട്. നമ്മുടെ ആംഹോൾ ഇവിടെ വേണ്ടത് 8 ഇഞ്ചസ് ആണ്. അത് നമ്മൾ ഈ കർവിൽ നോക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിന്റെ വിഡ്ത്തുകളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ വരുന്നത് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് 5.75 ഇഞ്ചസ് ആണ്. അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് താഴെയിട്ട് 5 ഇഞ്ചസ് വരുന്നു, അതും മാർക്ക് ചെയ്ത് കൊടുത്തു. ഏറ്റവും താഴെയായിട്ട് 4.75 ഇഞ്ചസ് ആണ്. നമ്മൾ താഴെ ഒരു ലൈൻ കൊടുത്തില്ലേ ചെറിയ, ആ ഭാഗത്തായിട്ട് 4.75 ഇഞ്ചസും മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മളിവിടെ 3/4 സ്ലീവ് ആയതുകൊണ്ടാണ് 3 അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്തത്. നമ്മുടെ ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഒരളവ് മാത്രമേ ഉണ്ടാവുള്ളൂ.
അത് മാത്രം മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിനി ഈ പോയിന്റുകൾ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ കർവിൻ്റെ ഷേപ്പ് വരുന്നില്ലേ, ആ ഭാഗത്തായിട്ട് ഒരു 2.5 ഇഞ്ചസ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുമല്ലോ, ആ ഭാഗത്ത് നിന്ന് നമുക്ക് താഴേക്ക് സ്റ്റിച്ചിങ് അലവൻസ് കൊടുക്കാം. അപ്പം നമ്മുടെ ലൈനിങ് ക്ലോത്തിൽ നമ്മളിവിടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇട്ടിട്ട് അതിലേക്ക് വെച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവും എടുത്തു, ബോഡി പാർട്ടും എടുത്തു. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഫോൾഡ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. തേരുവശങ്ങൾ ചേർത്തിട്ട് ആദ്യം മടക്കും, പിന്നെ ലെങ്ത് വൈസും നമ്മൾ മടക്കിയിടും. അപ്പം ഞാനിവിടെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ പുറമേ ആയിട്ട് നമ്മുടെ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ക്ലോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ക്ലോത്ത് ഇടുന്ന സമയത്ത് നമുക്ക് താഴെ ഇതുപോലെ കുറച്ച് ഭാഗം കയറ്റിയിട്ട് കൊടുക്കണം നമ്മുടെ ലൈനിങ് ക്ലോത്തിന്. അതായത് നമ്മൾ ലൈനിങ് മുറിച്ചെടുത്തപ്പോൾ നമ്മൾ 39 ഇഞ്ചസിലാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ട ശരിക്കും ലെങ്ത് എന്ന് പറയുന്നത് 40 ഇഞ്ചസ് ആണ്. കൂടാതെ നമുക്ക് താഴെ കുറച്ച് സ്റ്റിച്ചിങ് അലവൻസും കൂടെ കൊടുക്കണം. അപ്പോൾ ഒരു 1.5 ഇഞ്ചെങ്കിലും താഴെ എക്സ്ട്രാ നമ്മുടെ മെയിൻ ക്ലോത്തിൽ കൊടുത്തിരിക്കണം. അങ്ങനെ ഇത് ഇവിടെ ചേർത്തിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലേക്കായിട്ട് നമ്മുടെ ഫോൾഡിങ് സൈഡൊക്കെ ഒരുപോലെ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇവിടെ മേൽഭാഗത്തായിട്ട് നമ്മുടെ സ്ലീവും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ സൈഡുകൾ, ആ ഭാഗത്തു കൂടെയാണ് നമ്മൾ സ്ലീവും നമ്മുടെ ബോഡി പാർട്ടും കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതേ താഴത്തെ ഭാഗം നേരെ നമ്മുടെ മെയിൻ ക്ലോത്ത് ലൈനിങ് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നേരെയാണ് ഞാൻ അങ്ങോട്ട് താഴെ വരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടും സ്ലീവും ഇവിടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മെയിൻ ക്ലോത്തിലും നമ്മുടെ ലൈനിങ് ക്ലോത്തും രണ്ടും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ലൈനിങ് ക്ലോത്തിൻ്റെ ഒരു പീസിലാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് താഴത്തെ ബോഡി പാർട്ടിലും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവിലും മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് മടക്കി വെക്കാം. അതിനുശേഷം നമുക്കിനി നെക്ക് പോർഷനാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. നമ്മളിവിടെ ഒരു ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്ത് സ്റ്റിഫ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ഫ്രണ്ട് നെക്ക് ഒരു കട്ടിങ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഓപ്പൺ വരുന്ന ഭാഗത്ത് നമ്മൾ ബോട്ടത്തിൻ്റെ പീസ് വെച്ച് ഒരു ഡിസൈൻ പോലെ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് ആണ്.